പെരുന്നാളിൻ്റെ ഉച്ചയ്ക്ക് നമ്മൾ മന്തി തട്ടിയതിന് ശേഷം വൈകുന്നേരം നമുക്കൊരു അടിപൊളി മാരേജ് റിസപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോവുകയാണ്. അപ്പോൾ പതിവ് പോലെ ഞാനും എൻ്റെ മോനും കൂടിയാണ് കേട്ടോ നമ്മുടെ റിസപ്ഷന് പോകുന്നത്. അപ്പോൾ ഇതാണ് സർഗാലയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് വടകര. അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മുടെ റിസപ്ഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടാവും. വെക്കേഷനൊക്കെ നമ്മുടെ മക്കളായിട്ട് വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ, എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇതവിടെ നിങ്ങൾ വെച്ചിരിക്കുന്ന ഈ ഐറ്റംസ് ഒക്കെ കണ്ടോ, ഈ ചെമ്മീനും അതെന്താ അതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ ഈ പക്ഷികളും അതുപോലെ തന്നെ ഇതാ ഈ കമ്മലുകളും മാലകളും ഒക്കെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് മാത്രമല്ല, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ കാണാനുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒരു മസ്റ്റ് വാച്ച് പ്ലേസ് ആണ്. ഒരു വഴിക്ക് പോയപ്പോൾ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വന്ന പണിയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ മെയിൻ ഉദ്ദേശം ഫുഡ് ആയതുകൊണ്ട് തന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. ഫുഡിന്റെ കാര്യം പറയാതിരിക്കാൻ പോയ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് അടീന്റെ കാര്യത്തിൽ ഞാൻ കുംഭകർണന്റെ അനിയത്തി കുംഭകർണിയായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ ട്രിപ്പിൽ നമ്മൾ പൊറോട്ടയും ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും നെയ്ച്ചോറും വെള്ളപ്പം ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ പൂളയും നല്ല മത്തിക്കറിയും വിടാൻ പറ്റുമോ, പിന്നെ അതും കൂടെ എടുത്തിട്ട് അതും കൂടെ നല്ലോണം കുഴച്ചങ്ങ് തട്ടി. അതും കഴിഞ്ഞ് പാത്രം വടിച്ചു നോക്കിക്കൊണ്ട് പോകുമ്പോൾ അതാ ഒരു ചേട്ടൻ അവിടെ ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതും 3 കളർ ജിലേബി. അതും അകത്താക്കി കുറച്ച് അങ്ങോട്ടേക്ക് മാറിയപ്പോഴത്തേക്കും വിവിധതരം ചായകൾ കാപ്പി. അതിൽ പൈനാപ്പിൾ ടീ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്മയും മോനും കൂടെ 3-4 ഗ്ലാസ് കുടിച്ചു. മുടിപ്പിച്ചത് മതിയെന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ചെക്കനെ പെണ്ണിനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് നേരെ അവിടത്തേക്ക് പോയിട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി മ്യൂസിക് ഷോ ഒക്കെ ഉണ്ടായിരുന്നേ. പിന്നെ കുറച്ചേരം ഈ വാട്ടർ ഡാൻസ് ഒക്കെ കണ്ടിട്ട് വീട്ടിൽ പോയിട്ട് കിടന്നിറങ്ങിയാൽ മതിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ വേഗം ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു.